അന്വേഷണത്തിന്റെ ഭാഗമായി ജിഷ്ണു പ്രണോയുടെ പരീക്ഷാ പേപ്പർ സിബിഐ പുനർമൂല്യനിർണയത്തിന് വിധേയമാക്കിയിരുന്നു. ജിഷ്ണു കോപ്പിയടിച്ചതിന് പിടിയിലായെന്ന് കോളേജ് അധികൃതർ പറയുന്നതിന് തൊട്ടുമുൻപ് വരെ എഴുതിയ ഭാഗങ്ങളാണ് സിബിഐ പരിശോധിച്ചത്. ജിഷ്ണു പരീക്ഷ നന്നായി എഴുതിയെന്നാണ് പുനർമൂല്യനിർണയത്തിന് ശേഷം സിബിഐയുടെ നിഗമനം. ജിഷ്ണു പരീക്ഷയ്ക്കിടെ ഡയഗ്രം കോപ്പിയടിച്ചെന്നായിരുന്നു ആരോപണം. എന്നാൽ ഈ ഡയഗ്രം കോപ്പിയടിച്ചതല്ലെന്ന് സിബിഐ കണ്ടെത്തി. സാഹചര്യ തെളിവുകളും മാനേജ്മെന്റിന്റെ വാദം തെറ്റാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കോപ്പിയടിച്ചത് കണ്ടെത്തിയതിനെ തുടർന്ന് ജിഷ്ണു ആത്മഹത്യ ചെയ്തുവെന്നായിരുന്നു മാനേജ്മെന്റിന്റെ വാദം. എന്നാൽ ജിഷ്ണുവിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന ആരോപണത്തിൽ ഉറച്ചുനിൽക്കുകയാണ് കുടുംബാംഗങ്ങൾ. ജിഷ്ണു പ്രണോയ് ഈ കോപ്പി അടിച്ചില്ലെന്ന് എല്ലാ നേതാക്കളും എല്ലാ ഉദ്യോഗസ്ഥന്മാരും കണ്ടെത്തിയതാണ്. ഇത് മാനേജ്മെന്റ് ഭീകരതയാണ് ജിഷ്ണു പ്രണോയ് മരിക്കാൻ കാരണം. കേരളത്തിൽ ഒരുപാട് സ്വാശ്രയ കോളേജ് കിടക്കുന്നു. ഈ കേരളത്തിൽ പാമ്പാടി നെഹ്റു കോളേജും ഈ കൃഷ്ണദാസിൻ്റെ കോളേജും മാത്രമല്ല ഇടിമുറികളും കാര്യങ്ങളും അങ്ങനെ കൊടുഭീകര മാനേജ്മെന്റ് കൊണ്ടാണ് മരണപ്പെടാനുള്ള കാരണം. നെഹ്റു കോളേജ് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കെതിരെ സ്വീകരിക്കുന്ന പ്രതികാര നടപടികൾക്കെതിരെ ജിഷ്ണു SFI സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഇതിൽ പ്രകോപിതരായ മാനേജ്മെന്റ് ജിഷ്ണുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം സിബിഐയുടെ നിഗമനത്തോടെ ബലപ്പെടുകയാണ്. പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് കുടുംബാംഗങ്ങളുടെ ആവശ്യം പരിഗണിച്ച് സിബിഐക്ക് കൈമാറുകയായിരുന്നു. നെഹ്റു കോളേജ് ചെയർമാൻ കൃഷ്ണദാസ്, പ്രിൻസിപ്പൽ ശക്തിവേൽ, അധ്യാപകൻ CP പ്രവീൺ തുടങ്ങിയവർക്കെതിരെയാണ് കേസ് നിലവിലുള്ളത്. ജിഷ്ണു മരിച്ച് 2 വർഷം തികയുമ്പോഴാണ് സിബിഐയുടെ സുപ്രധാന കണ്ടെത്തലുകൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് 24. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.